വന്ന് കാണുമ്പോ എന്തായിരുന്നു ഇപ്പൊ നേരത്തെ കണ്ടിട്ടുള്ളതും ഇപ്പൊ കാണുമ്പോൾ ഒരു മാറ്റം എന്താ തോന്നുന്നേ? ഫുൾ സാധനമുണ്ട്, റാക്കൊക്കെ നിറഞ്ഞിരിക്കുന്നു. ആ സന്തോഷമാണോ മുഖത്ത് കാണുന്നത്? ഇപ്പൊ എന്തൊക്കെയാ മേടിക്കാൻ വന്നേ? കുറച്ചു നാൾ മുമ്പ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയാൽ കാലിയായിട്ടുള്ള റാക്ക് മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറുകയാണ്. വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഒരു സപ്ലൈകോ ഒരു അതിജീവനത്തിന്റെ പാതയിലാണ് എന്ന് പറയാവുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 50-ാം വാർഷികം പ്രമാണിച്ചുകൊണ്ട് സപ്ലൈകോ വലിയ പ്രഖ്യാപനങ്ങളും പുതിയ പദ്ധതികളും ഒക്കെയായിട്ട് സപ്ലൈകോ മുമ്പോട്ട് പോവുകയാണ്. നേരത്തെ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുമ്പ് നമ്മൾ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ തന്നെ വന്നപ്പോൾ ഈ കാണുന്ന റാക്ക് എല്ലാം കാലിയായിരുന്നു. ഇപ്പോൾ ഈ റാക്കിനകത്ത് ശർക്കര, ചെറുപയർ, മുളക്, അതായത് ഈ മുളകൊന്നും ഈ റാക്ക് കണ്ടിട്ട് മാസങ്ങളായി. ഏതാണ്ട് കഴിഞ്ഞ ഓണക്കാലത്ത് എന്തോ കുറച്ച് റാക്കിൽ മുളക് അടുക്കി വെച്ചിരുന്നത് കണ്ടതാണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ റാക്കുകളിൽ മുളകുണ്ട്, ഉഴുന്നുണ്ട്, ചെറുപയറുണ്ട്, മറ്റ് സബ്സിഡി സാധനങ്ങൾ 13 ഇന സബ്സിഡി സാധനങ്ങളിൽ പഞ്ചസാര ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പഞ്ചസാര വരുന്നതിന് കുറച്ചുകൂടി സമയം എടുക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചത്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലും അക്കാര്യം അറിയിച്ചിരുന്നു. അപ്പോൾ എന്തായാലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് വരുന്ന ആളുകളുടെ മുഖത്തും വലിയ സന്തോഷമുണ്ട്. ചേച്ചി സ്ഥിരം ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നാണോ സാധനം വാങ്ങുന്നേ? ആണോ? ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ വരുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു സന്തോഷത്തിന് കാരണം? സാധനങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്നു. നേരത്തെ വരുമ്പം വന്ന് കാണുമ്പോ എന്തായിരുന്നു ഇപ്പൊ നേരത്തെ കണ്ടിട്ടുള്ളതും ഇപ്പൊ കാണുമ്പോൾ ഒരു മാറ്റം എന്താ തോന്നുന്നേ? ഫുൾ സാധനം